കോൺഗ്രസ്സുകാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ഓഫീസിലേക്ക് വരരുത് എന്നല്ല പറഞ്ഞത്, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് കോൺഗ്രസ്സുകാർ ധൈര്യമായിട്ട് BJP ഓഫീസിലോട്ട് വന്നോളൂ എന്നാണ് പറയുന്നത്. അല്ല, ദണ്ഡ എടുത്തു വെച്ചു എന്നുള്ളത് എന്തിനുള്ളതാണ്? ദണ്ഡ എന്തിനുള്ളതാണ്? ദണ്ഡ എന്തിനുള്ളതാണ്? ദണ്ഡ എന്തിനുള്ളതാണ്? ധൈര്യമുണ്ടെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ധൈര്യമായിട്ട് വരട്ടെ. എന്തിനാ BJP ഓഫീസിലോട്ട് വരാൻ പേടിക്കുന്നത്? എന്തിനാണ് BJP ഓഫീസിലോട്ട് വരാൻ പേടിക്കുന്നത്? എന്തിനാണ്? ഇതിലെവിടെയാണ് പ്രകോപനം വരുന്നത്? അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് പ്രകോപനമുള്ള രീതിയിൽ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകളോട് ഞങ്ങൾക്കൊന്നും പറയാനൊന്നുമില്ല. ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ 1-2 ദിവസമായി വളരെ ഈ പറഞ്ഞ രീതിയിൽ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ പല കേസുകളുടെ കാര്യങ്ങളൊക്കെ പറയണ്ട. അതൊക്കെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൊലപാതക കേസിൽ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെ കൊലപാതക കേസിലെ പ്രതിയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. പിന്നെ ഇത്തരത്തിലുള്ള എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഭരിക്കുന്ന സമയത്ത്, അതായത് കോൺഗ്രസ്സുകാരും CPMകാരും ഭരിക്കുന്ന സമയത്ത്, കേരളം ഭരിക്കുന്ന സമയത്ത് നിരവധിയായ ഇത്തരത്തിലുള്ള സംഘപരിവാർ പ്രവർത്തകരെ ഇതുപോലുള്ള രാഷ്ട്രീയപരമായ കേസുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. അത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ആരും അതിനകത്ത് കുറ്റക്കാരാവണമെന്നില്ല. കുറ്റക്കാരെ തീരുമാനിക്കുന്ന കോടതിയാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സന്ദീപിൻ്റെ ചരിത്രമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, സന്ദീപ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയില്ലായിരുന്നുവെങ്കിൽ സന്ദീപിനെ പുറത്താക്കേണ്ടിയിരുന്നത് എന്തെല്ലാം കാരണത്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് കഥകൾ എന്നുള്ളത് നിങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തകരാണ്. പിന്നെ തൃശ്ശൂരിലൂടെ ആൾ ഓടിയത് എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. കൂടുതൽ ചരിത്രം വിളമ്പിപ്പിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത്.